എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അവർണിയെ അജാസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം അവർണിയ അജാസിനോട് ഞാൻ ബാംഗ്ലൂരേക്ക് പോയാലോ എന്ന് ആലോചിക്കുക, അവിടെയാണെങ്കിൽ ഡാഡി ഉണ്ടല്ലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അജാസ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവർണിയുടെ ഇഷ്ടം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് പറയണം. അപ്പൊ ഗീതു വന്നിട്ട് പറഞ്ഞു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല, അവർണിയെ ഞങ്ങൾ എങ്ങോട്ടും വിടത്തില്ലെന്ന് പറയണം. ഞാനും ഗോവൻ സാറും കൂടെ പെട്ടെന്ന് ഗീതനെ കണ്ടു കഴിഞ്ഞപ്പോ അവർ ചോദിച്ചു ഗീതു എന്താ ഇതുവഴി രാവിലെ എന്ന് ചോദിക്കാം. അതെ അവർണിയെ കാണാൻ വേണ്ടി ഞാനൊന്ന് വന്നാന്ന് പറയാം. അതെ ഇപ്പോഴവർണെ ഒരിടത്തെങ്കിലും പോണ്ട, അവർണെ ഇന്ന് എന്റെ ഓഫീസിൽ ജോയിൻ ചെയ്യണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവർണെ പറഞ്ഞു എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയണം. അതെന്താ പറ്റില്ലായക? വേണ്ട എനിക്ക് പറ്റില്ല, എനിക്ക് ആ ഓഫീസിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ല, എന്നെ കുറ്റബോധം വേട്ടയാടുവാന്ന് പറയണം. ദേ ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല, അല്ലെങ്കിലും അവർണയല്ലല്ലോ ആ കൃത്യം ചെയ്തേ, അതിനെക്കുറിച്ച് അവർണയെ ചിന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അവർണ പറഞ്ഞു എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഗീതു, പഴയതുപോലെയൊന്നും അല്ല, എനിക്ക് രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല, ഓഫീസിൽ വന്ന് എനിക്ക് ജോലി ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ മാറിക്കോളും, ഓഫീസിൽ വന്ന് എല്ലാവരോടും ആയിട്ട് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഈ മനസ്സിന്റെ വിഷമങ്ങൾ കുറച്ചൊക്കെ മാറിക്കിട്ടും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ആദ്യമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തിനാ അവർണിയെ വിഷമിക്കണേ, അവർണിയല്ലോ ആ തെറ്റ് ചെയ്തേ, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും അജാസ് പറഞ്ഞു ഇതൊക്കെ തന്നെ ഞാനും അവർണിയോട് പറഞ്ഞുകൊണ്ടിരുന്നേ, അവർണിയെ പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല, എത്ര പറഞ്ഞിട്ടും അവനേക്കൊന്നും വിശ്വാസം വരുന്നില്ല. അതൊക്കെ ചെയ്ത് ഗോവയിലുള്ള ആരോ ആണെന്ന് തോന്നേ, കിഷോറിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും, അതുകൊണ്ട് അവരെ അന്വേഷിക്കുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി അവർണയ്ക്ക് ഒരു ടെൻഷൻ വേണ്ട, വെറുതെ എന്തിനാ അവർണയ ഇങ്ങനെ ടെൻഷൻ അടിച്ച ഓരോ അസുഖങ്ങളൊക്കെ വരുത്തി കൂട്ടി വെക്കുന്നത്, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ്. പിന്നീട് ഗീത പറഞ്ഞു ദേ അവർണയെ പോയി റെഡി ആയിക്കേ നമുക്ക് പോകാമെന്ന് പറയണം. ആ സമയം അജാസ് പറഞ്ഞു അത് ശരിയാ, എന്റെ കാറിൽ പോവാം, നമുക്ക് 3 പേർ കൂടെ പോകാന്ന് പറയണം. ഇത് കേട്ടതും ഗീത പറഞ്ഞു വേണ്ട, അവർണയെ ഞാനിവിടെ പോയിക്കോളാം, അവർണയെ ഡ്രൈവ് ചെയ്തോളൂന്ന് പറയാം. ഈ സമയത്ത് അവർണയെ ഡ്രൈവ് ചെയ്യണോ, അത് ശരിയാകത്തില്ലെന്ന് പറയാം. അതൊക്കെ ശരിയാവും, അവർണയെ ഡ്രൈവ് ചെയ്യണം, അവർണയെ ഡ്രൈവ് ചെയ്താൽ എന്താ കുഴപ്പമിരിക്കുന്നത്, ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോ പെട്ടെന്ന് അജാസ് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലോ, അപർണയുടെ മനസ്സ് ശരിയല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ എന്തേലും സംഭവിച്ചു പോയാലോ, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോവില്ലെന്ന് ചോദിക്കുകയാണ് ഞാന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം ഗീത നമ്പർന്നിട്ട് ചോദിച്ചു അല്ല അജാസ് എന്താ കഷ്ടപ്പെട്ടേന്ന് പറഞ്ഞേ. ആ സമയം അപർണയുടെ ഡ്രസ്സ് മാറാനായിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. അല്ല അത് പിന്നെ ഞാന് അപർണയുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കഷ്ടപ്പെട്ടതൊന്നുമില്ല, പക്ഷെ എന്തോ എന്നൊക്കെ പറഞ്ഞ് അജാസ് അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. ഇപ്പൊ ഗീതുവിന് ചെറിയ സംശയം. അജാസ് പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു. അജാസ് എന്താ അങ്ങനെ പറഞ്ഞത്? ആ സമയത്ത് അജാസ് എന്ത് തന്റെ ഇൻഹേലർ എടുത്തിട്ട് ഇങ്ങനെ വലിക്കുവാണ്. പെട്ടെന്ന് ഗീത ചോദിച്ചു അല്ല ഇത് കാണാതെ പോയെന്ന് പറഞ്ഞിട്ട് കിട്ടിയോന്ന് ചോദിക്കുക. ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിയെന്ന് പറയാണ്. എന്നിട്ട് അജാസ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അപ്പൊ ഗീതു ആലോചിച്ചു അജാസ് എന്തെങ്കിലും തന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടോ. അജാസ് കൂടുതലായിട്ട് അവർണയെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു. അതെന്ത് ഹെൽപ്പായിരിക്കും അത്, പക്ഷെ അജാസ് തുറന്നൊന്നും പറഞ്ഞില്ല. ചിലപ്പോ തനിക്ക് തോന്നുന്നതായിരിക്കും എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഓഫീസിൽ ഗോവിന്ദ് വന്നു. ഗോവിന്ദ് വന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ SIനെ ഒന്ന് വിളിക്കുകയാണ്. SIനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല സാറേ, അന്ന് വെമ്പാലമുക്കിലുള്ള വീട്ടിൽ വെച്ച് ഞാൻ ഭദ്രന്റെ മൊബൈൽ ഫോൺ കണ്ടെന്ന് പറഞ്ഞായിരുന്നു, അത് കിട്ടുവാൻ പറ്റോ ചെയ്തെന്ന് ചോദിക്കുക. ഇത് കേട്ടതും SI പറഞ്ഞു അത് കിട്ടിയിട്ടൊന്നുമില്ല, അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്കും തോന്നിയതായിരിക്കും എന്ന് പറയാം. അല്ല സാറേ അതവിടെ കണ്ടതാ, എന്നാ പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം അരിച്ചു പെറുക്കി, അതിനെക്കുറിച്ച് ഇതുവരെയായിട്ടും ഒരു വിവരം കിട്ടിയിട്ടില്ലെന്ന് പറയാം. ആ ശരി സാറേ എന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് ഫോൺ വെക്കാൻ തുടങ്ങും. പറഞ്ഞു തങ്ങൾ DYSPയുടെ വലിയ അടുത്ത ആളെന്നല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാന്ന് പറയണം. അല്ല എന്താ സാർ കാര്യം? അതെ ഗോവയിലുള്ള ഒരു ലോഡ്ജ് വെച്ചിട്ട് കിഷോറിന്റെ മൊബൈലും പിന്നെ ഒരു തോക്കും കുറച്ച് ചെളിയും ബ്ലഡും പുരണ്ട വസ്ത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞാന്ന് പറയാണ്. ഇത് കേട്ടത് ഒരു നിമിഷം ഗോവിന്ദ് ഒന്ന് ഞെട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പൊ ഗോവിന്ദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഭദ്രൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. ഭദ്രനോ? അല്ല സാറേ ഭദ്രന്റെ ഫോണല്ലേ അവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഭദ്രന് വെമ്പാലമുക്കിലുള്ള വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരുപക്ഷെ ഭദ്രന്റെ തിരോധാനത്തിന്റെ പിന്നിലും അല്ലെങ്കിൽ ഭദ്രന് ചിലപ്പോൾ ഇയാളെ ഇല്ലാതാക്കിയിട്ട് എങ്ങോട്ടേലും പോയതാണോ എന്നും പറയാൻ പറ്റില്ലോ എന്ന് പറയണേ. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഗോവിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് SI ഫോൺ വെക്കുന്നത്. വെച്ച് ഇപ്പൊ ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുക, ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഭദ്രന്റെ കത്ത് എറണാകുളത്ത് നിന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ശരിയാവും? ഗോവയ്ക്ക് പോയ ഭദ്രന് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ കത്തയക്കേണ്ട കാര്യമില്ല, അതും തമ്മിൽ മാച്ചാന്നില്ലോ. അതൊക്കെ ഇങ്ങനെ
ഗോവിന്ദന്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് വേറെ എന്തോ ഒരു സത്യമുണ്ട്. അതെന്താന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും ഗോവിന്ദന് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോഴേക്കും അജാസ് അങ്ങോട്ട് കയറി വരുവാണ്. അജാസിനെ കണ്ടതും ഗോവിന്ദൻ നോക്കി. പെട്ടെന്ന് അജാസ് ചോദിച്ചു, സാറേ ഞാനിവിടെ നിൽക്കണോ അതോ പോണോന്ന് ചോദിക്കാം. എന്താ അജാസെ അങ്ങനെ ചോദിച്ചേ? അല്ല സാറൊന്നും പറഞ്ഞില്ല. അല്ല അത് പിന്നെ ഞാൻ അജാസ് ഇവിടെ നിൽക്കണ്ടെന്നുണ്ടെങ്കിൽ അജാസിന് ലെറ്റർ തരുമല്ലോ. ഇപ്പൊ ലെറ്റർ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ അജാസ് പോണേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും അജാസ് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്താ അജാസ് ആലോചിക്കണേ? വന്നിരിക്കാൻ പറയാണ്. അങ്ങനെ അജാസിനെ അവിടെ പിടിച്ചിരുത്തി. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, അല്ല ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ഭദ്രന്റെ കത്ത് വന്നെന്ന് പറഞ്ഞു. അങ്ങനെ കത്ത് വരണമെങ്കിൽ ഭദ്രന് എറണാകുളത്ത് നിന്ന് എങ്ങനെ കത്തയക്കും? ഭദ്രൻ ഗോവയ്ക്ക് പോയിട്ടുണ്ടായിരിക്കും. പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഗോവയെന്ന് ഒരു തോക്കും കുറച്ച് ചെളി പുരണ്ട വസ്ത്രങ്ങളും കിഷോറിന്റെ മൊബൈൽ ഫോണും കിട്ടിയിട്ടുണ്ട്. ഭദ്രൻ ഇതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഭദ്രൻ ഗോവയ്ക്ക് പോയെങ്കിൽ എങ്ങനെയാ ആ കത്ത് ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുക. എന്റെ മനസ്സിൽ അങ്ങനെ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അജാസി ആടിക്കറി പറഞ്ഞു, അതെ ഈ കാര്യങ്ങളൊന്നും ഗീതുമാമനോടൊന്നും പറയണ്ടെന്ന് പറയണം. അതെന്താ അജാസി അങ്ങനെ പറഞ്ഞേ? അത് മറ്റൊന്നും കൊണ്ടല്ല സാറേ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മാഡത്തിനെ ഒന്നും സഹിക്കാൻ പറ്റില്ല. ചിലപ്പം ഭദ്രന്റെ തിരോധാനം അത് ഒത്തിരി വേദനിപ്പിക്കുമെന്ന് പറയാം. ഓഹോ, നമ്മള് ഇപ്പൊ അത് മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും എപ്പോഴാണെങ്കിലും അത് അറിയേണ്ട കാര്യങ്ങളല്ലേ. നമുക്ക് എത്ര കാലം ഇതൊക്കെ മറച്ചു വെക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് വീണ്ടും വിഷമാവില്ലെന്ന് ചോദിക്കാം. എന്നാലും കുഴപ്പമില്ല, അത്രയും കാലം അവർ സന്തോഷത്തോടെ ഇരിക്കില്ലേ സാറേ. പിന്നെ നമ്മളായിട്ട് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കാം. എന്താ അജാസ് അങ്ങനെ പറഞ്ഞത്? അജാസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരെന്നെങ്കിലും അത് പിന്നെ സാറേ, സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ നമ്മൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. അത് നമ്മൾ ഒരിക്കലും അവരോട് പറയരുത്. കാരണം നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും സങ്കടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കത്തില്ല. അല്ല അജാസിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണോ? എന്റെ കാര്യത്തിൽ ഇങ്ങനെയാണ് തന്നെയാ സാറേ. സാറിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ ഒരിക്കലും ഞാനിത് പറയാനായിട്ട് കൂട്ടാക്കില്ല. കാരണം വെറുതെ എന്തിനാ സാറിനെ വേദനിപ്പിക്കുന്നതെന്ന് കരുതി എന്നും പറഞ്ഞുകൊണ്ട് അജാസ് അങ്ങോട്ട് പോവാണ്. അപ്പൊ ഗോവിന്ദ് ഓർത്തു, അജാസ് എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, അജാസിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നൊരു ചിന്ത ഗോവിന്ദന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് അജാസ് പോണ സമയത്ത് ഗീതു അവർണയോട് കയറി വരുവാണ്. അവർണയ പതൊക്കെ ചിരിച്ചോണ്ടാ വരുന്നത്. ആ ചിരി കണ്ടതും അജാസ് മനസ്സിൽ പറയാം, ഇപ്പോഴെനിക്കൊരു സമാധാനം. ഈ ചിരി കാണാൻ വേണ്ടിയിട്ടല്ലേ താൻ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് എന്നൊരു ചിന്ത അജാസിന്റെ മനസ്സിലുണ്ട്. പിന്നീട് അവർണിക ഗീതു കൂടെ അകത്തേക്ക് കയറി പോവാ. ഈ സമയം അജാസ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അജാസിന്റെ മനസ്സിൽ കൂടെ അന്ന് നടന്ന ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വരുവാണ്. അജാസ് ഇങ്ങനെ ഓർത്തെടുക്കുവാണ്. കാരണം അവർണയോട് താൻ പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, അവർണയെ ഹോസ്പിറ്റലായ സമയത്ത് ഞാൻ ചെന്നോളാം. കിഷോറിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തോളാം. അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ബോഡി പോലും ആരും അന്വേഷിക്കത്തില്ല. ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർണയോട് പറഞ്ഞിട്ടാണ് നേരെ വീട്ടിലേക്ക് എഴുന്നേ. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ നോക്കുവാണ് അജാസ. പിന്നെ അജാസിന്റെ ഓർമ്മകളല്ല ഇങ്ങനെ. അജാസ് അങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലുക. വണ്ടിയൊക്കെ തിരിച്ചിട്ടു. അങ്ങനെ കഥവ് തുറന്നു കഴിയുമ്പോഴത്തേനും കിഷോർ ഇങ്ങനെ ചോരയെ കുളിച്ച് കിടന്ന് പൊളയുന്ന കണ്ടേ. കിഷോർ എഴുന്നേക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും പിടിച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ ചോരക്കകത്ത് തന്നെ കൈകുത്തി വീണ്ടും അവിടെ വീഴുവാണ്. എഴുന്നേക്കാൻ പറ്റുന്നില്ല. മരിച്ചിട്ടുണ്ടായിരുന്നില്ല കിഷോർ. അങ്ങനെ അജാസ് ആ കാഴ്ച കണ്ടപ്പോൾ അജാസിന് തോന്നി, എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേക്കാം. ഇനിയിപ്പം മരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലോ. ഈ സമയം അജാസ് പറഞ്ഞു, എന്താ നോക്കണേ? അതെ, ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ അവർണയ്ക്കിട്ട് പണി കൊടുക്കും. അവൾ അകത്താവും. എന്നെ കൊല്ലാൻ ശ്രമിച്ചാന് അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസിന്റെ മനസ്സങ്ങോട്ട് ഇടിഞ്ഞു. അവളെ ഒരിക്കലും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അവൾ എന്നോടാ കളിച്ചിരിക്കുന്നത്. കണ്ടോ, അവൾക്കിട്ട് ഞാൻ പണി കൊടുക്കും. ഞാൻ മരിച്ചില്ലെങ്കിൽ അവൾ അകത്തായിരിക്കും. ഇല്ലെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ സ്വത്തുക്കളെല്ലാം ഞാൻ എഴുതി വാങ്ങിക്കും. ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് അവൾ അങ്ങനെ സൂചിച്ച് ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് കിഷോർ എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ കിഷോർ വീണ്ടും അങ്ങോട്ട് വീഴുവാണ്. അജാസിനെ രക്ഷിക്കണം എന്നൊരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അജാസ് ഓർത്ത്, ഇവനെ രക്ഷിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇതില്ലേ അവസ്ഥ. നാളെ വീണ്ടും ഇവർ ഇതൊക്കെ തന്നെ ചെയ്യും. ഒരു പക്ഷെ ഗീതുവിന്റെ പുറകെ വരും. അവർ ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. എന്തേലും ചെയ്യും. അതിനേക്കാളും ഭേദം ഇവനിവിടെ കിടന്ന് മരിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് കിഷോർ അങ്ങോട്ടേക്ക് വീണ്ടും വീണു കഴിഞ്ഞിട്ട് കിഷോർ എഴുന്നേക്കാൻ പറ്റില്ല. അവിടെ തന്നെ കിടക്കുവാണ് കിഷോർ. ബോധം കെട്ട പോലെ അങ്ങോട്ട് പോയി അങ്ങോട്ട്. പിന്നീട് അജാസ് വന്ന് പൾസ് പിടിച്ചു നോക്കിയപ്പോൾ അജാസിന് മനസ്സിലായി, ഇത് ഹോസ്പിറ്റലിൽ എത്തിച്ചാലും ജീവൻ നിലനിർത്താൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിക്കും. അപ്പൊ വേറെ എന്താ ഒരു വഴി? ഒരു കാരണവശാലും അവരുടെ കുറ്റക്കാരി ആവരുത്. അവരുടെ കുറ്റക്കാരിയായിട്ടുള്ള പാവം അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല. ഒരു കാരണവശാലും കിഷോർ കാരണം അവരുടെ ജയിലിലാവാനും പാടില്ല.
ഇപ്പൊ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അപർണയായിരിക്കും കുറ്റക്കാരി. അജാസ് രണ്ടും കൽപ്പിച്ച് എളിയിലിരുന്ന റിവോൾവർ ഇങ്ങെടുക്കാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും അജാസിന് പെട്ടെന്ന് ശ്വാസം മുട്ടുന്നത് തോന്നി. ഇൻഹേലർ എടുത്ത് 2-3 പഫ് അങ്ങോട്ട് അടിക്കുവാണ്. അതിനുശേഷം അതെടുത്ത് വെച്ചിട്ട് ആ തോക്കെടുത്തിട്ട് കിഷോറിന് നേരെ നോക്കുവാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഇനിയിപ്പം അജാസ് ആയിരിക്കും കിഷോറിനെ ഇല്ലാതാക്കിയത് അപർണയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അപർണയെ അകത്തു പോകും. അപർണയുടെ വെടിയേറ്റ കിഷോർ മരിക്കുന്നെങ്കിൽ അപർണയെ അകത്തു പോകുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ലെന്ന് കരുതി, താൻ സ്നേഹിക്കുന്ന ആർക്കും ഒന്നും സംഭവിക്കില്ലെന്ന് കരുതിയിട്ട് അജാസ് ആയിരിക്കണോ അത് ചെയ്തത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.